ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 2ാമത്തെ പാഠമാണ്. സംഖ്യകൾ കൂട്ടുകാർ എന്നാണ് കേട്ടോ ഈ പാഠത്തിൻ്റെ പേര്. മാത്സിലെ 1ാമത്തെ യൂണിറ്റ് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് എല്ലാം STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. കളം നിറയ്ക്കാം. ടോക്കൺ ഉപയോഗിച്ചുള്ള ഒരു കളിയാണിത്. 1 മുതൽ 100 വരെയുള്ള ടോക്കണുകൾ ഉപയോഗിച്ച് കളം നിറയ്ക്കാം. മിൻഹയും കൂട്ടുകാരും കളിച്ചത് നിങ്ങളും കളിക്കൂ. ടീച്ചർ നിങ്ങളെ സഹായിക്കും. നോക്കിക്കേ, നമുക്കിവിടെ 1 മുതൽ 10 വരെയുള്ള ടോക്കണുകൾ ആദ്യം എഴുതി തന്നിട്ടുണ്ട്. ഇനി എങ്ങനെ വരും? താഴേക്ക് 1ന് താഴേക്ക് എങ്ങനെ വരും? 11, 21. അടുത്തത് ഏതായിരിക്കും വരിക? നമ്മളൊരു പാറ്റേൺ പോലെ തന്നെയാണല്ലേ. 1, 11, 21, 31, 41, 51, 61, 71, 81, 91. ഇനി 2ന് താഴെയോ? 11 കഴിഞ്ഞിട്ടുള്ള സംഖ്യ ആയിരിക്കും അടുത്തത് വരുന്നത്. അപ്പോൾ 12, 22, 32, 42, 52, 62, 72, 82, 92. അടുത്തത് 3. 3ന് താഴെ ഏത് വരും? 11, 12 കഴിഞ്ഞിട്ടുള്ള സംഖ്യ. 13, 23, 33, 43, 53, 63, 73, 83, 93. ഇതുപോലെ തന്നെ 4ന് താഴെയുള്ള സംഖ്യകളും 5ന് താഴെയുള്ള സംഖ്യകളും 6ന് താഴെ വരുന്ന സംഖ്യകളും 7നും 8നും 9നും 10നും താഴെ വരുന്ന സംഖ്യകളും നമ്മളിവിടെ എഴുതി കൊടുക്കുന്നുണ്ടേ. ഇതോരോന്നും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ. നമ്മളൊരു പാറ്റേൺ എഴുതുന്ന പോലെ തന്നെയാണ് 10 വീതം കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. അതായത് 1ൽ നിന്നും 11ലേക്ക് എത്താൻ നമ്മൾ 10 കൂട്ടണം. 11ൽ നിന്നും 21ലേക്ക് എത്താൻ വീണ്ടും 10 കൂട്ടണം. 21ൽ നിന്നും 31ലേക്ക് എത്താൻ 10 കൂട്ടണം. 31ൽ നിന്നും 41ലേക്ക് എത്താൻ 10 കൂട്ടണം. 41ൽ നിന്നും 51ലേക്ക് എത്താൻ 10 കൂട്ടണം. ഇങ്ങനെ ഓരോ സംഖ്യകൾക്ക് താഴെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് എത്താൻ എത്ര വീതം കൂട്ടി വരണം? 10 വീതം കൂട്ടി വരികയാണ് ചെയ്യുന്നത്. അതിന് താഴെ തന്നിട്ടുള്ള ചോദ്യം നോക്കൂ. 65 എന്നെഴുതിയ ടോക്കൺ എവിടെ വയ്ക്കും? എങ്ങനെ കണ്ടുപിടിച്ചു? 65 എന്നെഴുതിയ ടോക്കൺ നമ്മൾ എവിടെയാണ് വെച്ചത്? 55ന് താഴെയാണ് വെച്ചത്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഞാൻ പറഞ്ഞു, ഒരു സംഖ്യയ്ക്ക് താഴെയുള്ള സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ 10 വീതം കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ 55നോട് 10 കൂട്ടിയപ്പോൾ നമുക്ക് 65 കിട്ടി. 1 മുതൽ 100 വരെ എഴുതിയ ടോക്കണുകൾ യോജിപ്പിച്ച് കളങ്ങളിൽ വയ്ക്കുക. നമ്മളത് ചെയ്തു കഴിഞ്ഞു. മഞ്ഞ നിറമുള്ള കളങ്ങളിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? മറ്റു പാറ്റേണുകൾ കണ്ടെത്തി പല നിറം കൊടുക്കുക. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഈ മഞ്ഞ നിറത്തിലുള്ള കളങ്ങളിലെ സംഖ്യകളുടെ പ്രത്യേകത നോക്കൂ. 1, 12, 23, 34, 45, 56, 67, 78, 89 എന്നിങ്ങനെയാണല്ലേ വരുന്നത്. അതുപോലെ 100. ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഒരു സംഖ്യയോട് 11 കൂട്ടിയതാണ് അടുത്ത സംഖ്യ. നമ്മൾ നേരെ താഴേക്കുള്ളത് എത്രയായിരുന്നു കൂട്ടിയത്? 10 ആയിരുന്നു. എങ്കിൽ ഇങ്ങനെ കോണായിട്ട് എഴുതുമ്പോൾ ആ സംഖ്യയോട് 11 കൂട്ടിയിട്ടാണ് നമ്മൾ ഈ മഞ്ഞ കളങ്ങളിലുള്ള സംഖ്യകൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം. സ്കൂൾ സ്റ്റോർ. മിൻഹ 100 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. ഏതൊക്കെ സാധനങ്ങളാകാം വാങ്ങിയത്? നോക്കിക്കേ, സ്കൂൾ സ്റ്റോറിലെ വില വിവര പട്ടിക നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഇനം ക്രയോൺസ് ആണ്. ക്രയോൺസ് 1ന് 25 രൂപയാണ്. പേന 20 രൂപയാണ്. സ്കെച്ച് പെൻ പാക്കറ്റ് 40 രൂപ. നോട്ട് ബുക്ക് 60 രൂപ. മാർക്കർ പേന പാക്കറ്റ് 75 രൂപ. സ്കെയില് 5 രൂപ. ബ്രൗൺ പേപ്പർ 15 രൂപ. ഇതിൽ 100 രൂപയ്ക്ക് മിൻഹയ്ക്ക് ഏതെല്ലാം സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും? അത് കാണുന്നതിനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലാണ് 100 കിട്ടുക എന്ന് നോക്കിയാൽ മതി. അതായത് ഈ വിലയിൽ ഏതൊക്കെ കൂട്ടിയാലാണ് 100 കിട്ടുക എന്ന് നോക്കുക. ഞാൻ എഴുതുന്നത് നോക്കൂ. ആദ്യം ഒരു സ്കെച്ച് പെൻ പാക്കറ്റും ഒരു നോട്ട് ബുക്കും വാങ്ങി. സ്കെച്ച് പെൻ പാക്കറ്റിൻ്റെ വില എത്രയാണ്? 40 രൂപയാണ്. നോട്ട് ബുക്കിൻ്റെ വില 60 രൂപയാണ്. എങ്കിൽ 40 കൂട്ടണം 60 ചെയ്ത് നോക്കൂ. 100 രൂപ എന്ന് കിട്ടുന്നില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇനി വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു ക്രയോണും ഒരു മാർക്കർ പേന പാക്കറ്റും വാങ്ങിയെന്ന് കരുതുക. ക്രയോൺസിൻ്റെ വില 25 രൂപയാണ്. മാർക്കർ പേന പാക്കറ്റിൻ്റെ വില 75 രൂപയാണ്. 25ലേക്ക് 75 കൂട്ടി നോക്കൂ.
100 എന്ന് വരുന്നില്ലേ? ആദ്യം 5 5 കൂട്ടുന്നു, 10 ഒരു 1 ശിഷ്ടം ബാക്കി, 2 7 9 9ലേക്ക് ഒന്നുകൂടെ കൂട്ടുമ്പോൾ 10, 100 രൂപ എന്ന് വരുന്നില്ലേ? ഇനി ഒരു സ്കെയില്, ഒരു മാർക്കർ പേന പാക്കറ്റ്, ഒരു പേന, ഇത് മൂന്നും വാങ്ങിക്കൂടെ? പേനയുടെ വില 20 രൂപയാണ്, മാർക്കർ പേന പാക്കറ്റിൻ്റെ വില 75 രൂപ, സ്കെയിലിൻ്റെ വില 5 രൂപ. പേനയും മാർക്കർ പേന പാക്കറ്റും, അതായത് 20ഉം 75ഉം കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരുന്നു? 95 എന്ന് വരുന്നു. അതിലേക്ക് സ്കെയിലിൻ്റെ വിലയായ 5 രൂപയും കൂടെ കൂട്ടുമ്പോൾ 100 എന്ന് വരുന്നില്ലേ? ഇനി ഒരു നോട്ട് ബുക്കും ഒരു പേനയും ഒരു സ്കെയിലും ഒരു ബ്രൗൺ പേപ്പറും വാങ്ങി നോക്കിയാലോ? നോട്ട് ബുക്കിൻ്റെ വില 60 രൂപയാണ്, അതിലേക്ക് പേനയുടെ വിലയായ 20 കൂട്ടുന്നു, അപ്പോൾ 80. അതിലേക്ക് ബ്രൗൺ പേപ്പറിൻ്റെ 15 കൂട്ടുന്നു, അപ്പോൾ 95. അതിലേക്കൊരു സ്കെയിലിൻ്റെ വിലയായ 5 കൂട്ടുന്നു, അപ്പോൾ 100 രൂപ. അങ്ങനെയും നമുക്ക് സാധനങ്ങൾ വാങ്ങാം. ഇങ്ങനെ പല പല രീതിയിൽ നമുക്ക് 100 രൂപ തികയ്ക്കാവുന്നതാണ്. ഇനി നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. പെൻസിൽ കമ്പനി. മിൻഹയുടെ അച്ഛന് പെൻസിൽ കമ്പനി ഉണ്ട്. 10 പെൻസിലുകളാണ് ഒരു പാക്കറ്റിൽ നിറയ്ക്കുക. 10 പാക്കറ്റുകൾ ഒരു പെട്ടിയിൽ വയ്ക്കും. എങ്കിൽ ഒരു പാക്കറ്റിലുള്ള പെൻസിലുകളുടെ എണ്ണം എത്ര? ഒരു പാക്കറ്റിൽ 10 പെൻസിലുകളാണ് വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പെട്ടിയിലുള്ള പാക്കറ്റുകളുടെ എണ്ണമോ? ഒരു പെട്ടിയിൽ 10 പാക്കറ്റ് പെൻസിലുകളാണ് വയ്ക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം എത്രയാണ്? ഇതെങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുന്നത്? ഒരു പാക്കറ്റിൽ 10 എണ്ണവും ഒരു പെട്ടിയിൽ 10 പാക്കറ്റുകളുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 10 തവണ 10കൾ എഴുതി കൂട്ടുന്നു. 10 കൂട്ടണം 10 കൂട്ടണം അങ്ങനെ 10 തവണ എഴുതി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? ഒരു പെട്ടിയിൽ ആകെ എത്ര പെൻസിലുകളുണ്ട് എന്ന ഉത്തരം കിട്ടും. എത്രയാണ് വരുന്നത്? 10 തവണ 10 എഴുതി കൂട്ടുമ്പോൾ നമുക്ക് 100 എന്നാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. ഒരു പെട്ടിയിൽ എത്ര പെൻസിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഒരു പാക്കറ്റിൽ 10 പെൻസിലാണുള്ളത്. അങ്ങനെയുള്ള 10 പാക്കറ്റുകളാണ് ഒരു പെട്ടിയിലുള്ളത്. അപ്പോൾ ഒരു പെട്ടിയിൽ 100 പെൻസിലാണ് ആകെ ഉള്ളത്. 2 പെട്ടിയാവുമ്പോഴോ? 100 കൂട്ടണം 100, 200 പെൻസിലുകൾ. 5 പെട്ടിയാവുമ്പോൾ 100 കൂട്ടണം 100 കൂട്ടണം 100 കൂട്ടണം 100 കൂട്ടണം 100, 5 തവണ 100 എഴുതി കൂട്ടുക, അപ്പോൾ 500 എന്ന് കിട്ടും. 4 പെട്ടികളാവുമ്പോൾ 4 തവണ 100 എഴുതി കൂട്ടുക, ഉത്തരം 400. 6 പെട്ടികളാവുമ്പോഴോ? 6 തവണ 100 എഴുതി കൂട്ടുക, 600. 3 പെട്ടികളാവുമ്പോൾ 3 പെട്ടിയിൽ 3 100 എഴുതി കൂട്ടുക, 300. അടുത്തത് 8 പെട്ടികളുണ്ട്. 8 പെട്ടികളാവുമ്പോൾ 8 തവണ നമ്മൾ 100 എഴുതി കൂട്ടുന്നു, 800 എന്നാണ് വരുന്നത്. അടുത്തത് നോക്കൂ, 7 പെട്ടികളാണ് ഉള്ളത്. 7 തവണ 100 എഴുതി കൂട്ടുക, അപ്പോൾ ഉത്തരം 700 എന്നാണ് വരുന്നത്. അവസാനത്തേത് നോക്കൂ, 9 പെട്ടികളുണ്ട്. നമ്മൾ 9 തവണ 100 എഴുതിയിട്ട് കൂട്ടണം. ഓരോ പെട്ടിയിലും 100 വീതമാണ്. അപ്പോൾ 9 തവണ 100 എഴുതി കൂട്ടുക, 900 എന്നാണ് വരുന്നത്. 10 പെട്ടിയിൽ എത്ര പെൻസിലുകൾ ഉണ്ടാകും? അങ്ങനെ 10 പെട്ടിയിൽ എത്ര പെൻസിലുണ്ടെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 10 തവണ 100 എഴുതി കൂട്ടണം. 10 തവണ 100 എഴുതി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം നോക്കിക്കേ, 1000 എന്നാണ്. ഈ സംഖ്യയെ വായിക്കുന്നത് എന്താണ്? 1000 എന്നാണ്. മേന്മ സ്റ്റോർ. മേന്മ സ്റ്റോറിലേക്ക് 1000 പെൻസിലുകൾ വേണം. മിൻഹയും അച്ഛനും 2 ബാഗുകളിൽ തുല്യമായി പെൻസിൽ പെട്ടി നിറച്ചു. ഓരോ ബാഗിലും എത്ര പെൻസിലുകളുണ്ട്? ആകെ വേണ്ട പെൻസിലുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ്. തുല്യമായാണ് അവർ പെൻസിലുകൾ നിറച്ചത്. എങ്കിൽ ഓരോ ബാഗിലും എത്ര ഉണ്ടായിരിക്കും? ഓരോ ബാഗിലും 500 പെൻസിലുകൾ വീതമായിരിക്കും ഉണ്ടായിരിക്കുക. ബാഗിൽ എത്ര പെൻസിലുകൾ വീതമുണ്ട്? നോക്കൂ, ഒരു ബാഗിൽ 300 പെൻസിലുണ്ട്, ഒരു ബാഗിൽ 700 പെൻസിലുണ്ട്. 300ഉം 700ഉം തമ്മിൽ കൂട്ടി നോക്കിയാൽ എത്ര കിട്ടുന്നു? 1000 എന്ന് കിട്ടുന്നു. രണ്ടാമതായി, ഒരു ബാഗിൽ 100 പെൻസിലുണ്ട് എങ്കിൽ മറ്റേ ബാഗിൽ എത്ര പെൻസിലായിരിക്കും? 100ലേക്ക് എത്ര കൂട്ടിയാലാണ് 1000 ആവുക? 100ലേക്ക് 900 കൂട്ടുമ്പോഴാണ് 1000 ആവുക. അപ്പോൾ അടുത്ത ബാഗിലുള്ള പെൻസിലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 900 ആണ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് എങ്ങനെ നിറയ്ക്കാം? ഒരു ബാഗിൽ 200 പെൻസിൽ നിറയ്ക്കാം. മറ്റേ ബാഗിൽ അങ്ങനെയെങ്കിൽ എത്ര വേണ്ടി വരും? 200ലേക്ക്
800 കൂട്ടിയാലാണ് 1000 ആവുക. അപ്പോൾ മറ്റേ ബാഗിൽ 800 പെൻസിലുകളാണ് ഉണ്ടാവുക. നാലാമതായി ആദ്യത്തെ ബാഗിൽ 400 നിറച്ചു എങ്കിൽ രണ്ടാമത്തെ ബാഗിൽ എത്ര വേണ്ടി വരും? 400ലേക്ക് 600 കൂട്ടിയാലാണ് 1000 ആവുക. അപ്പോൾ രണ്ടാമത്തെ ബാഗിലുള്ള പെൻസിലുകളുടെ എണ്ണം 600 ആണ്. 400 കൂട്ടണം 600 സമം 1000 ആണ്. നന്മ സ്റ്റോറിലേക്ക് 800 പെൻസിലുകൾ കൊടുത്തു. 2 ബാഗിലായാണ് കൊടുത്തത്. ഓരോ ബാഗിലും എത്ര പെൻസിലുകൾ വീതം ഉണ്ടായിരിക്കും? താഴെയുള്ള പട്ടിക പൂർത്തിയാക്കുക. ബാഗ് 1, ബാഗ് 2, ആകെ എന്നിങ്ങനെ നമുക്ക് 3 കോളങ്ങൾ തന്നിട്ടുണ്ട്. ആകെ എത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, 800 ആണ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ബാഗിൽ 400 പെൻസിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ബാഗിൽ എത്ര പെൻസിലുകൾ കൊള്ളും? 400ലേക്ക് എത്ര കൂട്ടിയാലാണ് 800 ആവുക എന്ന് നോക്കിയാൽ പോരെ? അല്ലെങ്കിൽ 800ൽ നിന്ന് 400 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നോ അതാണ് ആ സംഖ്യ വരിക. 400ലേക്ക് 100 കൂട്ടിയാൽ 500 ആകും. 400ലേക്ക് 200 കൂട്ടിയാൽ 600 ആകും. 400ലേക്ക് 300 കൂട്ടിയാൽ 700 ആകും. 400ലേക്ക് 400 കൂടെ കൂട്ടിയാൽ 800 ആകും. അപ്പോൾ രണ്ടാമത്തെ ബാഗിലും 400 തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി ബാഗ് 1ൽ 100 പെൻസിലുകളാണ് ഉള്ളത് എങ്കിൽ രണ്ടാമത്തെ ബാഗിൽ എത്ര ഉണ്ടായിരിക്കും? അതറിയാൻ 100ലേക്ക് എത്ര കൂട്ടിയാലാണ് 800 കിട്ടുക എന്ന് നോക്കുക. 100ലേക്ക് 100 കൂട്ടിയാൽ 200, 100ലേക്ക് 200 കൂട്ടിയാൽ 300, 100ലേക്ക് 300 കൂട്ടിയാൽ 400, 100ലേക്ക് 400 കൂട്ടിയാൽ 500, 100ലേക്ക് 500 കൂട്ടിയാൽ 600, 100ലേക്ക് 600 കൂട്ടിയാൽ 700, 100ലേക്ക് 700 കൂട്ടിയാൽ 800. അപ്പോൾ ബാഗ് 2ൽ എത്രയായിരിക്കും? 700 പെൻസിലുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഒന്നാമത്തെ ബാഗിൽ 300 പെൻസിലുകളാണ് ഉള്ളതെന്ന് കരുതൂ. രണ്ടാമത്തെ ബാഗിൽ എത്ര ഉണ്ടായിരിക്കും? 300ലേക്ക് എത്ര കൂട്ടിയാലാണ് മക്കളെ 800 വരിക? 300ലേക്ക് 100 കൂട്ടിയാൽ 400, 300ലേക്ക് 200 കൂട്ടിയാൽ 500, 300ലേക്ക് 300 കൂട്ടിയാൽ 600, 300ലേക്ക് 400 കൂട്ടിയാൽ 700, 300ലേക്ക് 500 കൂട്ടിയാൽ 800. അപ്പോൾ ബാഗ് 2ൽ 500 പെൻസിലുകളാണ് ഉള്ളതെന്ന് പറയാം. ഇനി അവസാനമായി ബാഗ് 1ൽ 200 പെൻസിലുകൾ എടുത്തെന്ന് കരുതുക. 200 പെൻസിലുകളാവുമ്പോൾ അടുത്തതിലേക്ക് എത്ര എടുക്കേണ്ടി വരും? 200ലേക്ക് എത്ര കൂട്ടിയാലാണ് 800 വരുന്നതെന്ന് നോക്കണ്ടേ? 200ലേക്ക് 100 കൂട്ടിയാൽ 300, 200ലേക്ക് 200 കൂട്ടിയാൽ 400, 200ലേക്ക് 300 കൂട്ടിയാൽ 500, 200ലേക്ക് 400 കൂട്ടിയാൽ 600, 200ലേക്ക് 500 കൂട്ടിയാൽ 700, 200ലേക്ക് 600 കൂട്ടിയാൽ 800. അതായത് രണ്ടാമത്തെ ബാഗിലുള്ളത് 600 പെൻസിലുകളായിരിക്കും എന്നർത്ഥം. അടുത്ത പ്രവർത്തനം നോക്കൂ മക്കളെ. 100കളുടെ കൂട്ടങ്ങളാക്കി എഴുതൂ. ആദ്യം 700നെ 100ൻ്റെ കൂട്ടങ്ങളാക്കി എഴുതിയത് നോക്കാം. 300ലേക്ക് 400 കൂട്ടിയാലാണ് 700 ആവുക. അതുപോലെ 500ലേക്ക് 200 കൂട്ടിയാലാണ് 700 ആവുക. 100ലേക്ക് 600 കൂട്ടിയാലാണ് 700 ആവുക. ഇനി 900ൻ്റെ കൂട്ടങ്ങളെ നമുക്ക് എങ്ങനെ എഴുതാം? 100ലേക്ക് 800 കൂട്ടിയാൽ 900, 200ലേക്ക് 700 കൂട്ടിയാൽ 900, 300ലേക്ക് 600 കൂട്ടിയാൽ 900, 400ലേക്ക് 500 കൂട്ടിയാൽ 900. 600ൻ്റെ കൂട്ടത്തെ എങ്ങനെ എഴുതാം? 100ലേക്ക് 500 കൂട്ടിയാൽ 600, 200ലേക്ക് 400 കൂട്ടിയാൽ 600, 300ലേക്ക് 300 കൂട്ടിയാൽ 600. തുല്യമായ കൂട്ടം. 100 കൂട്ടണം 100 എത്രയാണ്? 100ലേക്ക് 100 കൂട്ടുമ്പോൾ 200. ഇനി 250ലേക്ക് എത്ര കൂട്ടിയാലാണ് 500 ആവുക? 250ലേക്ക് 250 തന്നെ കൂട്ടുമ്പോഴാണ് 500 ആവുക. 300ലേക്ക് 300 കൂട്ടിയാൽ എത്ര? 300ലേക്ക് 300 കൂട്ടുമ്പോൾ 600 ആണ്. ഇനി 700നെ നമുക്ക് എങ്ങനെ 2 തുല്യ ഭാഗങ്ങളാക്കാം? 350ലേക്ക് 350 കൂട്ടുമ്പോഴാണ് 700 വരുന്നത്. 900മോ? 450ലേക്ക് 450 കൂട്ടുമ്പോഴാണ് 900 വരുന്നത്. മാറിപ്പോയി. സ്കൂളിലേക്ക് 870 പെൻസിലുകൾ 100ൻ്റെയും 10ൻ്റെയും പാക്കറ്റുകളാക്കാൻ പറഞ്ഞപ്പോൾ മിൻഹ 7 100ൻ്റെയും 8 10ൻ്റെയും പാക്കറ്റുകളാണ് ആക്കിയത്. എത്ര എണ്ണം പാക്കറ്റിലാക്കി? ഇനി എത്ര ബാക്കിയുണ്ട്? ചോദ്യം വായിച്ചപ്പോൾ എന്തൊക്കെ മനസ്സിലായി മക്കളെ? സ്കൂളിലേക്ക് ആകെ വേണ്ട പെൻസിലുകൾ സമം 870 ആണ്. 100ൻ്റെ എത്ര പാക്കറ്റുകളാക്കി? 100ൻ്റെ 8 പാക്കറ്റുകളാണ് 7 പാക്കറ്റുകളാണ് ആക്കിയത്. 10ൻ്റെയോ
10ൻ്റെ 8 പാക്കറ്റുകളാണ് ആക്കിയത്. എങ്കിൽ മിൻഹ ആകെ പാക്കറ്റുകളാക്കിയ പെൻസിൽ എത്രയാണ്? 100ൻ്റെ 7 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 7 പാക്കറ്റിലും കൂടെ ആയിട്ട് ആകെ എത്ര പെൻസിലുകൾ വന്നു? 100 കൂട്ടണം 100 കൂട്ടണം 100 കൂട്ടണം, അങ്ങനെ 7 തവണ 100 എഴുതി കൂട്ടി നോക്കുക. 7 തവണയല്ലേ 100 വന്നത്? അപ്പോൾ 700 100ൻ്റെ പാക്കറ്റുകളിൽ വന്നത്. ഇനി 10ൻ്റെ കൂട്ടങ്ങളോ? 10ൻ്റെ കൂട്ടങ്ങൾ 8 പാക്കറ്റിലായിരുന്നു. അതായത് 10ൻ്റെ പാക്കറ്റ് എന്ന് പറയുന്നത് 8 വീതം 10 എഴുതി കൂട്ടി നോക്കുക. 8 വീതം 10 എഴുതി കൂട്ടുമ്പോൾ 80 എന്ന് വരുന്നു. അപ്പോൾ ആകെ പെൻസിലുകൾ എത്രയാണ്? 700 കൂട്ടണം 80 ചെയ്ത് നോക്കുക. 700ലേക്ക് 80 ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരുന്നത് ഉത്തരം? 780 എന്നാണ് വരുന്നത്. ഇതിലൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ഇനി എത്ര പെൻസിലുകൾ ബാക്കിയുണ്ട്? മിൻഹയ്ക്ക് കൊടുത്ത പെൻസിലുകൾ 870 ആയിരുന്നു. മിൻഹ പാക്കറ്റിലാക്കിയ പെൻസിലുകൾ സമം 780 എങ്കിൽ ബാക്കി എത്രയാണ്? 870 കുറയ്ക്കണം 780 ചെയ്ത് നോക്കുക. 870 നിന്നും 780 കുറയ്ക്കുമ്പോൾ നമുക്ക് 90 എന്ന് വരുന്നു. അതായത് ഇനി 90 പെൻസിലുകൾ കൂടെ ബാക്കിയുണ്ട്. ഇന്നെടുത്ത പ്രവർത്തനങ്ങൾ എല്ലാ മക്കൾക്കും മനസ്സിലായോ? നമ്മൾ ഏതാനും സംഖ്യകൾ കൂട്ടാനൊക്കെ പഠിച്ചു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുമെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇന്നെടുത്ത ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകളെല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ ശരി, മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്